മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെയുണ്ടായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് വിദ്വേഷ അന്തരീക്ഷം ഉണ്ടാക്കാനെന്നും ഇത് അനുവദിക്കില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നലെ ബിജെപിയും എൻ.എസ്.എസും മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നെന്ന വിമർശനമായിരുന്നു എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടേത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ലീഗെന്ന് ബി.ജെ.പി നേതാക്കളും. ഈ വിമർശനങ്ങൾക്കാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. മുസ്ലിം ലീഗിനെതിരെ വർഗീയ ധ്രുവീകരണ അജണ്ടയോടെ നടന്ന പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് ജനവിധിയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയും നിയുക്ത എം.എൽ.എയുമായ പി.കെ. ഫിറോസ്. അല്ല, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണല്ലോ. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിനെ ചാരി എന്തെല്ലാം ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി ചില വർഗീയ ശക്തികൾ ശ്രമിച്ചത്. അത്തരം ശ്രമങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കേരള ജനത 102 സീറ്റ് നൽകി UDF-ന് ജയിപ്പിച്ചത്. ഇതിനിടെ ബി.ജെ.പി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. പോസ്റ്റിന് പിന്നിൽ വർഗീയ സ്പർദ്ധയും ചേരിതിരിവുമാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ DGP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.